കടപ്പൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ പുതിയ ഒ.പി. ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കാണക്കാരി ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച 15 ലക്ഷം രൂപയും നാഷണൽ ആയുഷ് മിഷൻ അനുവദിച്ച 35 ലക്ഷം രൂപ കൊണ്ട് നിർമ്മിക്കുന്ന പുതിയ ഒ.പി. ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം സംസ്ഥാന ജലവിഭവ ഭവന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ കടപ്പൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കൂടുതൽ സൗകര്യപ്രദമായി ജനോപകാരപ്രദമായി കാണക്കാരി പഞ്ചായത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് അവസരം കിട്ടുകയാണ്. ഞാൻ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പരമാവധി വേഗത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടപ്പാക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ബാക്കി വരുന്ന കാര്യങ്ങൾ പഞ്ചായത്തിന്റെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് പൂർത്തിയാക്കുവാനുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും നടക്കട്ടെ. അഡീഷണലായി കൂടുതൽ കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഫണ്ട് അനുവദിച്ചു തരാനും MLA ഫണ്ട് തരാനും ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് തരാൻ ജോസഫ് മുണ്ടക്കൽ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ബ്ലോക്കിന്റെ ഫണ്ട് അടക്കം എല്ലാവരും അക്കാര്യത്തിൽ തയ്യാറായിരിക്കും. ഇത് ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് ബാക്കി ഭാവി കാര്യങ്ങൾ കൂടി ചെയ്യുവാനുള്ള എല്ലാ സപ്പോർട്ടും ഞാനടക്കമുള്ള എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകും എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു. പഞ്ചായത്തിനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. ഇക്കാര്യങ്ങളൊക്കെ നല്ല നിലയിൽ ഏറ്റവും നടപ്പാക്കാൻ നേതൃത്വം കൊടുക്കുന്ന കാണക്കാരി ഗ്രാമപഞ്ചായത്തിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമ്മുടെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, സർക്കാർ പഞ്ചായത്ത് എല്ലാം ചേരുമ്പോഴാണ് പരമാവധി കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റിയത്. നമുക്ക് ആ നിലയിൽ ഈ കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകട്ടെ. ഇവിടെ ഡോക്ടർ ബിനോജ് കെ ജോസിന്റെ നേതൃത്വത്തിൽ ഇക്കാര്യങ്ങളെല്ലാം നല്ല നിലയിൽ നിർവഹിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടറെയും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ടീമിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. കാണക്കാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയ് OR അധ്യക്ഷനായിരുന്നു. കടപ്പൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിനോജ് കെ ജോസ് സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി സോണി C. ഹരിബാൽ നന്ദിയും പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് മോൻ മുണ്ടക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ആശംസകൾ നേർന്നുകൊണ്ട് നാഷണൽ ആയുഷ് മിഷൻ DPM ഡോക്ടർ ശരണ്യ ഉണ്ണികൃഷ്ണൻ, DMO ഇൻചാർജ് ഡോക്ടർ ഹരികുമാർ G, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായ സിൻസി ജെയ്സൺ, മെമ്പർമാരായ രതീഷ് EM, ബാബു TS, കാണക്കാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാമോൾ ജോബി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എൽസമ്മ ജോൺ, ബെറ്റ്സിമോൾ ജോഷി, ഷിനി ബിജു, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടുകാരുടെ ചിരകാല അഭിലാഷമായിരുന്നു ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുക എന്നത്. എന്നാൽ അയർവാസി വഴിയുമായി ബന്ധപ്പെട്ട് ഒരു കേസ് നിലനിന്നതിനാൽ കെട്ടിടം പണി നടന്നില്ല. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായിരുന്ന അംബിക സുകുമാരന്റെയും ഭരണസമിതിയുടെയും നിരന്തരമായ ശ്രമഫലമായി കേസ് പിൻവലിക്കുകയും തടസ്സം നീങ്ങുകയും ചെയ്തു. എന്നാൽ ഇലക്ഷൻ എത്തിയതോടെ നിർമ്മാണോദ്ഘാടനം തടസ്സപ്പെടുകയായിരുന്നു. പഞ്ചകർമ്മ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ പുതിയ കെട്ടിടം നിലവിൽ വരുന്നതോടെ ജനങ്ങൾക്ക് ലഭിക്കും. സമീപ പഞ്ചായത്തുകളായ കിടങ്ങൂർ, കടപ്ലാമറ്റം, ഏറ്റുമാനൂർ പ്രദേശവാസികൾക്കും പ്രയോജനം ലഭിക്കും. 30 വർഷം പഴക്കമുള്ള കടപ്പൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് പള്ളി സംഭാവനയായി നൽകിയ 50 സെന്റ് സ്ഥലം സ്വന്തമായുണ്ട്.